ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി 4 സ്ലൈസ് ബ്രെഡും ഒരു സവാളയും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കിഡിലൻ ഇഫ്താർ സ്നാക്കിൻ്റെയാണ്. അപ്പോൾ ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പിന്നെ സ്നാക്സൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ബ്രെഡ് ക്രംസൊക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ പൊടിച്ചെടുത്തിട്ടുള്ള ബ്രെഡ് ക്രംസ് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു സവാള ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 പച്ചമുളക് കനം കുറഞ്ഞ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതും കൂടെയാണ്. ഇനി ഇതിലേക്കൊരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിന് ഉപ്പ്, പിന്നെ 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ മിക്സാക്കി എടുക്കുന്ന സമയത്ത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് തിരുമ്മിയിട്ട് മിക്സാക്കി എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ മസാലകളൊക്കെ എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് ആവുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ മിക്സാക്കി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ കടലമാവ്, പിന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്തിട്ട് വേണം മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അരിപ്പൊടി ചേർക്കുന്നത് ഒന്ന് ക്രിസ്പി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി കടലമാവ് കയ്യിലില്ലെങ്കിൽ അതിന് പകരമായിട്ട് മൈദ ചേർത്ത് കൊടുത്താലും മതിയാവും. കടലമാവാണ് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക, മൈദയായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് വെള്ളം കുറവുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസായി പോവരുത് കേട്ടോ. ഇതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റണം. ഈ ഒരു രീതിയിൽ വേണം ഈ ഒരു മാവ് ഉണ്ടായിരിക്കാൻ. പിന്നെ കടലമാവും കൂടി പോവരുത്, ഉള്ളിയൊക്കെ പുറത്തേക്ക് കാണുന്ന രീതിയിൽ വേണം ഈ ഒരു കൂട്ടുണ്ടായിരിക്കാൻ. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചീനച്ചട്ടിയിലും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നാൽ ഇനി ഇതുപോലെ കുഞ്ഞു ഉരുളകളായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇട്ട് കൊടുക്കുമ്പോഴാണ് ഇതിന് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. വലുതാക്കിയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇങ്ങനെയാകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റാണ്. ഇനി ഒരു ഭാഗം നന്നായിട്ട് കളറൊക്കെ മാറി നന്നായിട്ട് വെന്ത് കിട്ടിയാൽ മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായിട്ട് നന്നായിട്ട് വെന്ത് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പക്കവടയാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് കൂടുതൽ അളവിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. പിന്നെ കൂട്ടുണ്ടാക്കിയെടുക്കുന്ന സമയത്ത് വിട്ടുപോയതാണ്, കയ്യിൽ കായപ്പൊടി ഉണ്ടെങ്കിൽ ഒരു നുള്ള് കായപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. കായപ്പൊടി ഒരു നുള്ള് ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റി ആയിരിക്കും, പക്ഷേ കൂടി പോവരുത്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ബ്രെഡ് ക്രംസോ ഒക്കെ വീട്ടിൽ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുമാണ്, നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. വെറുതെ ഇരുന്ന് കഴിച്ചു പോകും, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ബ്രെഡ് പക്കവട ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.